കഴിഞ്ഞ ദിവസം ശബരിമല ക്ഷേത്രത്തിന് മുകളിലൂടെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ പറന്ന സംഭവം വലിയ വിവാദമായിരിക്കുകയാണ്. സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ശബരിമലയുടെ സുരക്ഷാ ചുമതലയുള്ള ADGP S ശ്രീജിത്തിന് ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ R ജയകൃഷ്ണൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പമ്പ പോലീസ് ഇത് സംബന്ധിച്ച് കേസെടുത്തിട്ടുണ്ട്. അതേസമയം കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ പറന്ന സംഭവത്തിൽ അസ്വാഭാവികതയില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ വ്യക്തമാക്കി. അന്വേഷണം പ്രഖ്യാപിച്ചത് യാഥാർത്ഥ്യം മനസ്സിലാക്കാനാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വ്യാഴാഴ്ച രാവിലെ 11ഓടെയാണ് തീരസുരക്ഷാ സേനയുടെ ചേതക് ഹെലികോപ്റ്റർ സന്നിധാനത്ത് താഴ്ന്നു പറന്നത്. കൊടിമരത്തിന് 5 മീറ്റർ ഉയരത്തിൽ വരെ ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നു. 30 സെക്കൻഡോളം സന്നിധാനത്തിന് മുകളിലൂടെ പറന്നു. 4 പേരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നവരിൽ ഒരാൾ ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് സൂചന. ആദ്യമായിട്ടാണ് സന്നിധാനത്ത് ഹെലികോപ്റ്റർ ക്ഷേത്രത്തിന് വളരെ അടുത്തുകൂടി താഴ്ന്നു പറക്കുന്നത്. ശബരിമല ക്ഷേത്രവും നിലയ്ക്കൽ വരെയുള്ള പ്രദേശങ്ങളും അതീവ സുരക്ഷാ മേഖലയാണ്. അതീവ സുരക്ഷാ മേഖലയിലൂടെ ഹെലികോപ്റ്റർ എത്തിയത് സംബന്ധിച്ച് പമ്പ പോലീസിനും മുൻകൂട്ടി അറിവുണ്ടായിരുന്നില്ല. ഹെലികോപ്റ്റർ പറക്കുന്നതിന്റെ ദൃശ്യം പുറത്തു വന്നതോടെയാണ് പോലീസ് വിവരം അറിഞ്ഞത്. ഇതോടെ വിശദീകരണവുമായി കോസ്റ്റ് ഗാർഡ് രംഗത്തെത്തി. ഏതെങ്കിലും ഓപ്പറേഷന്റെ ഭാഗമായല്ല സന്നിധാനത്തിന് മുകളിലൂടെ ഹെലികോപ്റ്റർ പറത്തിയതെന്നാണ് വിശദീകരണം. അന്തരീക്ഷം മേഘാവൃതമായപ്പോൾ ദിശ മാറി സഞ്ചരിച്ചതാണ്. മേഘങ്ങൾ കൂടിയപ്പോൾ കാഴ്ച മറയുകയും താഴ്ന്നു പറക്കുകയുമായിരുന്നു. റഡാർ സംവിധാനത്തിലല്ല ഹെലികോപ്റ്റർ സഞ്ചരിച്ചത്. പൂർണ്ണമായി ഗ്ലാസ് കൊണ്ട് മറച്ച ഹെലികോപ്റ്റർ മുന്നിലുള്ള കാഴ്ചകൾ കണ്ടു മാത്രമാണ് സഞ്ചരിക്കുന്നതെന്നും കോസ്റ്റ് ഗാർഡ് വിശദീകരണത്തിൽ പറയുന്നുണ്ട്. ശബരിമലയിൽ തീരസംരക്ഷണ സേനയുടെ ഹെലികോപ്റ്റർ വ്യാഴാഴ്ച താഴ്ന്നു പറന്ന സംഭവത്തിൽ വിശദീകരണവുമായി തീരസംരക്ഷണ സേനയും രംഗത്ത് വന്നിരുന്നു. ഹെലികോപ്റ്റർ പതിവ് പരിശീലന പറക്കൽ നടത്തുകയായിരുന്നുവെന്നാണ് സേനയുടെ പത്രക്കുറിപ്പിൽ പറയുന്നത്. ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന ഒരാൾ ശബരിമല ക്ഷേത്രത്തിന്റെ വീഡിയോ പകർത്തുന്ന ദൃശ്യത്തെക്കുറിച്ച് വാർത്താക്കുറിപ്പിൽ വിശദീകരണം നൽകിയിട്ടില്ല. കൊച്ചിയിൽ നിന്ന് തെക്കുഭാഗത്തേക്ക് 60 മുതൽ 80 മൈൽ ദൂരപരിധിയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 6000 അടി ഉയരത്തിലായിരുന്നു ഹെലികോപ്റ്റർ പറന്നത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:15 ആകാശത്തുയർന്ന മേഘങ്ങളും മോശം കാലാവസ്ഥയുമാണ് ഹെലികോപ്റ്റർ ശബരിമലയ്ക്ക് മുകളിലൂടെ പറക്കാനിടയാക്കിയത്. തുടർന്ന് ഹെലികോപ്റ്റർ നിശ്ചയിച്ച പാതയിൽ നിന്ന് മാറി പമ്പയിലെ കുന്നുകൾക്ക് മുകളിലൂടെ പറന്നു. പിന്നീട് കാലാവസ്ഥ അനുകൂലമായതോടെ ഹെലികോപ്റ്റർ കൊച്ചിയിലെ ആസ്ഥാനത്തേക്ക് സുരക്ഷിതമായി തിരിച്ചെത്തിയെന്നും തീരസംരക്ഷണ സേനയുടെ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്.